അല്ല മുന്നേ ഞാൻ എന്നോട് അന്നേ പറഞ്ഞില്ലേ നമുക്കിപ്പം കുട്ടിയോട് വേണ്ടാന്നില്ല. ഇപ്പം തന്നെ നോക്കുക, എൻ്റെ ജോലി വരെ കളഞ്ഞിട്ട് കൂടെ പോകുന്നത്. അപ്പം എൻ്റെ തെറ്റാണത്. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. 10 വർഷമായിട്ട് കുട്ടികളില്ലാന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്ത് ചെയ്യാനാ, നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയില്ലേ. കുറച്ചൊന്നുമില്ല ഞാൻ അനുഭവിച്ച ഡോക്ടറെ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്. അത് നിങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബൗണ്ടറി കടന്ന ഒരാളുകളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതാ സാർ സഹിക്കാൻ പറ്റാത്തത്. ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം. സാറേ ഒ പിയിൽ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അമ്പു കൈ വായിലിടല്ല. അമ്പു കുറേ നേരമായി പറയാൻ മുന്നോട്. ഒരു കുറേ നേരമായല്ലോ കുഞ്ഞിനടിക്കുന്നത്. ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ. അവരുടെ കാര്യമല്ലേ, എന്തിനാ അതിനോട് നോക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ. നിങ്ങൾ കുറേ നേരമായല്ലോ കുഞ്ഞിനടിക്കുന്നത്. ഉള്ളവർക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. 10 കൊല്ലമായി കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുന്നത്. ഞാനാ റിസൾട്ട് പോസിറ്റീവ് ആട്ടോ. 10 കൊല്ലത്തെ കാത്തിരിപ്പില്ലേ. ഹാപ്പി ആയില്ലേ? നല്ല കെയറിങ് വേണം കേട്ടോ. ബാക്കി മെഡിസിനൊക്കെ ഞാൻ തരാം. വാ. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറച്ച് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഓ അത് കുഴപ്പമില്ല. ബാവൻ്റെ പേരെന്താ? സാറ. ഞാനൊന്ന് കുഞ്ഞിനെ എടുത്തോട്ടെ.